ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കുലീനമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്, ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുവാൻ. ദൈവത്തിന് നമ്മളെപ്പറ്റി ഉന്നതമായ പദ്ധതികളുമുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 32-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉത്തമനോ ഉത്തമമായ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമമായ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. ഓരോരുത്തർക്കും വിവിധമായ രീതിയിൽ അതിൻ്റെതായ പദ്ധതികൾ ദൈവം ചെയ്തിട്ടുണ്ട്. നാം അത് മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ പരേശാനിയും നിരാശയും ക്ലേശങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ കണ്ട് ഭാരപ്പെടാതെ, ജീവിതത്തിൻ്റെ പരാജയങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ, ദൈവം തന്നതായ ഉത്തമമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. അപ്പോസ്തലനായ പൗലോസും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒടുവിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയ്ക്ക് വേണ്ടിയുള്ളതോ. തിങ്ക് ഓൾ ദീസ് തിങ്സ്. ജീവിതത്തിൻ്റെ വിവിധമായ സാഹചര്യങ്ങളുടെ മധ്യേ എങ്ങനെ ചിന്തിക്കുമെന്ന് നമ്മൾ ഓർക്കാം. എന്നാൽ ജീവിത പ്രതിസന്ധികൾ നമ്മളെ ഒരു തീച്ചുളയിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ മനോഹരമായ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജീവിത സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളെ ഏൽപ്പിച്ചതായ ആ കുലീനമായ പദ്ധതിക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ഉപയോഗിക്കും. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്, കുലീനന് കുലീനമായ കാര്യങ്ങളെ നനയ്ക്കുന്നു, ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലനിൽക്കൊള്ളുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ദൈവം നിങ്ങളെ അതിശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ഞങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.